മൊഡ്യൂൾ 4-ൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബേസിക് 3D ട്രാൻസ്ഫോർമേഷൻ. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ 2D ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം പഠിച്ചതാണ്. 2D ട്രാൻസ്ഫോർമേഷൻ്റെ ബാക്കി ഒരു കണ്ടിന്യൂഷനാണ് 3D ട്രാൻസ്ഫോർമേഷൻ. 2Dയിൽ നമ്മൾ XY പ്ലെയിനിലാണ് പഠിച്ചതെങ്കിൽ 3D നമ്മൾ XYZ പ്ലെയിനും കൂടെ ചേർത്ത് പഠിക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. 2Dയിൽ പഠിച്ച എത്ര ട്രാൻസ്ഫോർമേഷൻ ആ ഇക്വേഷൻസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് പഠിച്ചെങ്കിൽ മാത്രമേ 3D ട്രാൻസ്ഫോർമേഷൻസിലെ ഇക്വേഷൻ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് 2D ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ പഠിച്ചത് XYZ 001 വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ 3Dയിൽ വരുമ്പം ഒരു ഇസഡും കൂടെ XYZും കൂടെ ഒരു പ്ലെയിൻ 3D അല്ലേ, അപ്പം XYZ 3 പ്ലെയിൻ ഉണ്ടാവും. ആ 3 പ്ലെയിനിലുള്ള ട്രാൻസ്ഫോർമേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ 2Dയിൽ പഠിച്ചത് XY 2 കോർഡിനേറ്റ്സ് ആണ്. 3Dയിൽ പഠിക്കുന്നത് XYZ XYZ പ്ലെയിൻ. ഓക്കെ, 2Dയിൽ നമ്മൾ പഠിച്ചത് എന്താണ് XY പ്ലെയിൻ. ഓക്കെ, ഇത് 2D ട്രാൻസ്ഫോർമേഷൻ, ഇത് 3D ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോർമലി 2D ട്രാൻസ്ഫോർമേഷനിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചൊരു ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് ഒബ്ജക്റ്റിനെ വേറൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ട്രാൻസ്ലേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ മാനർ. അതാണ് നമ്മൾ ട്രാൻസ്ലേഷൻ പഠിച്ചത്. സെയിം തിങ് നമ്മൾ എന്താണ് പഠിക്കുന്നത്? 3Dയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ട്രാൻസ്ലേഷൻ പഠിക്കുന്നത്. എന്താണ്? നമ്മളിവിടെ XY പ്ലെയിനിൽ തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് 2Dയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഇരിക്കുന്നതിനെ വേറൊരു XYZ പ്ലെയിനിലോട്ടോ അല്ലെങ്കിൽ XY പ്ലെയിനിലോട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് 2Dയിൽ പഠിച്ച സെയിം ആണ്. P = XYZ ആണ് ഒറിജിനൽ. അതെന്താണ്? മൂവ് ടു പൊസിഷൻ P'. P എന്ന് പറയുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ എന്തിലോട്ട് മാറ്റുകയാണ്? P' മാറ്റുകയാണ്. അപ്പം Pയിൽ Xും Y Z ഉണ്ടായിരുന്നെങ്കിൽ P' അത് എന്താവും? X', Y', Z' എന്ന് ചേഞ്ച് ആവും. ഓക്കെ, അപ്പം അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ്. 2Dയിൽ നമ്മൾ പഠിച്ചത് XY എന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളായിരുന്നു. ഇവിടെ നമ്മൾ എന്താണ്? X', Y', Z' 1 = നമ്മളുടെ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഇല്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പ്ലേസ്. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഇൻറ്റു ഒറിജിനൽ മെട്രിക്സ് P. ഓക്കെ, അതാണ്. അപ്പോൾ ഇത് P എന്ന് പറഞ്ഞ ഇതാണ്, P' എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രാൻസ്ലേഷൻ മെട്രിക്സ്. നമ്മൾ 2Dയിൽ ട്രാൻസ്ലേഷൻ മെട്രിക്സ് TX TY ആ പഠിച്ചെങ്കിൽ ഇവിടെ എന്തും കൂടെ വരും? TZും കൂടെ വരും. അപ്പോൾ അത്രയും വ്യത്യാസമേ അതിനകത്ത് ഉള്ളു. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇക്വേഷനാണ് X' ഇക്വേഷൻ X + TX, Y' = Y + TY, Z' = Z + TZ. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു പ്ലെയിനിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനാ XYZ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ X', Y', Z' എന്ന് പറയുന്ന XY പ്ലെയിനിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. പ്ലെയിൻ എവിടെയാണ് ഇരുന്ന പോയിന്റ്? YZ പ്ലെയിനിലായിരുന്നു ഇരുന്നത്. അതിനെ എന്താണ്? XY പ്ലെയിനിലോട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻ. ദെൻ മൂവ് ടു റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഒരു എത്ര ഡിഗ്രിയാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ ആക്സിസിൻ്റെ ബേസിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം റൊട്ടേഷനെ നമ്മൾ എന്ത് ചെയ്യും? എവിടെ ഇരിക്കുന്നതാണോ പോയിന്റ്, ആ പോയിന്റിനെ ഫസ്റ്റിൽ ഇനിഷ്യൽ ഒറിജിനൽ പൊസിഷനിലോട്ട് മൂവ് ചെയ്യും. ദെൻ ഒരു പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. ദെൻ ഒരു പിവോട്ട് പൊസിഷനിലോട്ട് മൂവ് ചെയ്തിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ആംഗിളിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റൊട്ടേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫോർ റിക്വയർ ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷനും വേണം, എമൗണ്ട് ഓഫ് ആംഗുലർ റൊട്ടേഷൻ തീറ്റയും വേണം. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ഏത് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നും വേണം, അതുപോലെ തന്നെ ഏത് ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇവിടെയും അതേപോലെ XYZ ഉണ്ടാവും. ഇവിടെ എന്താണ്? Z' എന്ന് പറഞ്ഞാൽ Z ആണ്. ഓക്കെ, അപ്പം ഏത് പ്ലെയിനിലാണോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇത് നമ്മൾ പറയുന്നത് ഫോർ ആൻ Z ആക്സിസ് റൊട്ടേഷൻ ആണ്. Z ആക്സിസ് റൊട്ടേഷൻ ആകുമ്പം Z' എന്ന് പറയുന്നത് Zഉം, X ആക്സിസ് റൊട്ടേഷൻ ആവണമെങ്കിൽ X' = X, Y' റൊട്ടേഷൻ ആണെങ്കിൽ Y' = Y ആയിരിക്കും. ഓക്കെ, അപ്പം അതാണ്. അപ്പോൾ X' ഇക്വേഷൻ എന്താണ്? നമ്മൾ അവിടെ പഠിച്ച സെയിം ഇക്വേഷൻ ആണ്. XYയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ ഇവിടെ? X cos θ - Y sin θ, X sin θ + Y cos θ. ആ ഇക്വേഷൻ സെയിം തന്നെയാണ്. അത് Zഉം കൂടെ വരുമ്പം Z' പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ Z' എന്ന് പറഞ്ഞാൽ Z തന്നെ ആയിരിക്കും. അപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ ുള്ളൂ. ഇനി റൊട്ടേഷൻ ബേസ്ഡ് ഓൺ Y ആക്സിസ് ആണെങ്കിൽ എന്താണ്? Y' = Y എന്ന് വരും. ബാക്കി രണ്ട് ഇക്വേഷൻ സെയിം ആണ്. X' Z' സെയിം ആണ്. ദെൻ അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ P' = R θ × ഒറിജിനൽ മെട്രിക്സ് P. ഓക്കെ, അപ്പം അതാണ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ റൊട്ടേഷനിൽ പറയുന്നത് ജനറൽ 3 ഡയമെൻഷണൽ റൊട്ടേഷൻ ആണ്.
3 dimensional റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം ട്രാൻസ്ലേറ്റ് ദ ഒബ്ജെക്ട് സോ ദാറ്റ് റൊട്ടേഷൻ ആക്സിസ് കോയിൻസിഡൻറ്റ് വിത്ത് പാരലൽ കോർഡിനേറ്റ് ആക്സിസ്. അതായത് നമ്മൾ പാരലൽ ടു വൺ ഓഫ് ദ കോർഡിനേറ്റ്, റൊട്ടേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് അബൌട്ട് ദിസ് പാരലൽ ടു വൺ ഓഫ് ദ കോർഡിനേറ്റ് ആക്സിസ്. അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലൽ ആവുന്ന കേസിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഇൻവേഴ്സ് മെട്രിക്സും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻവേഴ്സും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ട്രാൻസ്ലേഷൻ മെട്രിക്സ് എന്താണോ അതിൻ്റെ ഇൻവേഴ്സും കൂടി നമ്മൾ പെർഫോം ചെയ്യും. അതൊന്നുമില്ല, perform a specific rotation about the axis, then translate the object into the specific rotation and move back to the original position. Okay, അപ്പം അത്രേ ഉള്ളൂ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഒരു 3 രീതിയിലുള്ള റൊട്ടേഷനാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ റൊട്ടേഷൻ അബൌട്ട് ഇസഡ് ആക്സിസ്, റൊട്ടേഷൻ അബൌട്ട് വൈ ആക്സിസ്, റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ്, ദെൻ റൊട്ടേഷൻ വിച്ച് പാരലൽ ടു ദ വൺ ഓഫ് ദ കോർഡിനേറ്റ് ആക്സിസ്. അപ്പോൾ 3 രീതിയിലുള്ള റൊട്ടേഷനാണ്. റൊട്ടേഷൻ അബൌട്ട് ഇസഡ് ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ദെൻ ലാസ്റ്റ് വൺ റൊട്ടേഷൻ പാരലൽ ടു വൺ ഓഫ് ദ കോർഡിനേറ്റ് ആക്സിസ്. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കേണ്ടത് ഇതാണ്. റൊട്ടേഷൻ ഏരിയ ഇതാണ്. ഇതൊരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇൻവേഴ്സ് ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്തു എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ വെക്കുന്നു. ഓക്കെ, റൊട്ടേഷൻ നോട്ട് പാരലൽ ടു റൊട്ടേഷൻ ആക്സിസ് ഉണ്ട്, നോട്ട് പാരലൽ ടു റൊട്ടേഷൻ ആക്സിസ് ഉണ്ട്. നോട്ട് പാരലൽ ടു റൊട്ടേഷൻ ആക്സിസ് ആണെങ്കിൽ ആദ്യം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യുന്നു, സ്പെസിഫിക് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നു, ദെൻ അപ്ലൈ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു. 2 പ്രാവശ്യം ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടായിരിക്കും ഒറിജിനൽ പൊസിഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ആദ്യത്തെ കേസിൽ പാരലൽ ടു കോർഡിനേറ്റ് ആക്സിസ് ആണെങ്കിൽ 1 പ്രാവശ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. നോട്ട് പാരലൽ ടു കോർഡിനേറ്റ് ആക്സിസ് ആണെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ദെൻ തേർഡ് വൺ സ്കെയിലിംഗ്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് വലുതാക്കുന്നു വിത്തൗട്ട് ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ XYZ നമ്മൾ 2D ട്രാൻസ്ഫോർമേഷനിൽ XYയുടെ സ്കെയിലിംഗ് ആണ് പഠിച്ചത്. സ്കെയിലിംഗ് ഫാക്ടർ XXും SYയും ആണ് പഠിച്ചത്. പക്ഷേ 3Dയിലാകുമ്പം ഇസഡും കൂടെ വരും, SZും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ ഇരിക്കുന്ന XYZ ഉണ്ട് ഇവിടെ, YXZ. XYയിലിരിക്കുന്ന പ്ലെയിനിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്കെയിൽ ചെയ്ത് വലുതാക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ x', y', z' = 1 ഈക്വൽ ടു നമ്മളുടെ സ്കെയിലിംഗ് വെക്റ്റർ SX, SY, SZ, ദെൻ XY, Z 1. ഓക്കെ, നേരത്തെ സെയിം ആണ്. ദെൻ ഇതിനകത്തുണ്ട് ഫിക്സഡ് പോയിന്റ് സ്കെയിലിംഗ്. നമ്മൾ അവിടെ പഠിച്ചതുപോലെ തന്നെ ഫിക്സഡ് പോയിന്റ് സ്കെയിലിംഗിലാണെങ്കിൽ ട്രാൻസ്ലേറ്റ് എ ഫിക്സഡ് പോയിന്റ് ടു ഒറിജിൻ, സ്കെയിൽ ദ ഒബ്ജെക്ട്, ദെൻ ട്രാൻസ്ലേറ്റ് ടു ഫിക്സഡ് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. അതായത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതിനെ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് മൂവ് ചെയ്തിട്ട് വേണം സ്കെയിൽ ചെയ്തിട്ട് തിരിച്ചതിനെ പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവെക്കണം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ആ ഒബ്ജക്റ്റിനെ നമ്മളുടെ സെൻറ്റർ പൊസിഷനിലോട്ടോ പിവോട്ട് ഒറിജിനൽ പൊസിഷനിലോട്ട് മൂവ് ചെയ്യണം. ദെൻ അതിന് അവിടെ വെച്ച് അതിനെ സ്കെയിൽ ചെയ്തിട്ട് ദെൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, അതാണ് ഫിക്സഡ് പോയിന്റ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 3 dimensional റിഫ്ലക്ഷൻ ഈസ് പെർഫോംഡ് ബൈ സെലക്റ്റഡ് റിഫ്ലക്റ്റഡ് ആക്സിസ്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ആക്സിസ് XYZ ആണ്. റിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ XY പ്ലെയിനിലും ഉണ്ട്, YZ പ്ലെയിനിലും ഉണ്ട്, ദെൻ XZ പ്ലെയിനിലും ഉണ്ട്. മൂന്ന് ഇക്വേഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. റിഫ്ലക്ഷൻ പോയിന്റ് റിലേറ്റഡ് ടു XY പ്ലെയിൻ, റിഫ്ലക്ഷൻ പോയിന്റ് റിലേറ്റഡ് ടു YZ പ്ലെയിൻ, റിഫ്ലക്ഷൻ പോയിന്റ് റിലേറ്റഡ് ടു XZ പ്ലെയിൻ. ഓക്കെ, 3 ഇക്വേഷൻസും നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് കൂടുതലായിട്ടൊന്നുമില്ല, ആ ഇക്വേഷൻ അങ്ങനെ കാണാതെ പഠിക്കുകയും പറ്റത്തുള്ളൂ. ദെൻ ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിയറിംഗ് ട്രാൻസ്ഫോർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു മോഡിഫൈ ആൻ ഒബ്ജക്റ്റ് ഷേപ്പ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ മോഡിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഷിയറിംഗ് യൂസ് ചെയ്യുന്നത്. ദേ ആർ യൂസ്ഡ് യൂസ്ഫുൾ ഇൻ 3 dimensional വ്യൂവിങ്. 3 dimensional ഒബ്ജക്റ്റ് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷിയറിംഗ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചത് ഷിയറിംഗ് അബൌട്ട് XY ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെയാണ് നമ്മൾ Z ആക്സിസും കൂടെ ഉണ്ട്. Z ആക്സിസ് ഷിയർ ഉണ്ട്, Y ആക്സിസ് ഷിയർ ഉണ്ട്, X ആക്സിസ് ഷിയർ ഉണ്ട്. അപ്പം ഷിയറിങ്ങിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ അതിൻ്റെ മൂന്ന് ഇക്വേഷൻ ഉണ്ട്. എക്സിനും റിലേറ്റഡ് ആയിട്ടുള്ള Y ആക്സിസ്, Z ആക്സിസ് ഷിയർ, Y ആക്സിസ് ഷിയർ ആൻഡ് X ആക്സിസ് ഷിയർ. ഇത് 3 ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ എന്താണ് 3D
ട്രാൻസ്ഫോർമേഷൻസ്. സെയിം 2D ട്രാൻസ്ഫോർമേഷനിൽ എന്തെല്ലാമോ പഠിച്ചു അത്രയും കാര്യങ്ങൾ 3Dയിലുണ്ട്. അഡീഷണൽ ആയിട്ട് എന്ത് പ്ലെയിനും കൂടെ വരും, XY പ്ലെയിൻ മാത്രമേ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളായിരുന്നു, ഇവിടെ എന്തും കൂടെ വരും, XYZ പ്ലെയിനും കൂടെ അഡീഷണൽ ആയിട്ട് വരും. സെയിം ഇക്വേഷൻ അതിനകത്ത് എന്തും കൂടെ വരും, ഇസഡിൻ്റെ പ്ലെയിനും കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. റൊട്ടേഷൻ്റെ കേസസിലാകുമ്പം എബൌട്ട് ഇസഡ് ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, പാരലൽ ടു വൺ ഓഫ് ദ കോർഡിനേറ്റ്, നോട്ട് പാരലൽ ടു വൺ ഓഫ് ദ കോർഡിനേറ്റ്. ഓക്കെ, അപ്പം ആ ഇത്രയും ഇക്വേഷൻസ് പഠിക്കണം. ദെൻ റിഫ്ലക്ഷനിൽ ഇക്വേഷൻ ഉണ്ട്, ഷിയർ ഇക്വേഷൻ ഉണ്ട്. റിഫ്ലക്ഷനിലാണെങ്കിലും ഷിയർ ആണെങ്കിലും റിഫ്ലക്ഷൻ റിലേറ്റഡ് ടു ഇസഡ് ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. സെയിം തിങ് ഷിയർ റിലേറ്റഡ് ടു ഇസഡ് ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇത്രയും ഇക്വേഷൻസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അതിനകത്ത് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് 2D വ്യൂയിങ് പൈപ്പ് ലൈൻ ആണ്. നമ്മൾ ഓൾറെഡി പൈപ്പ് ലൈൻ 2D പൈപ്പ് ലൈൻ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ സെയിം 3D വ്യൂയിങ് പൈപ്പ് ലൈൻ തന്നെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഒരു നമ്മൾ വ്യൂ ചെയ്യേണ്ട കോർഡിനേറ്റ്സ്, ഓക്കെ, നമ്മളുടെ വേർഡ് കോർഡിനേറ്റ്സും ഉണ്ട്, വ്യൂയിങ് കോർഡിനേറ്റ്സും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ മോഡൽ ചെയ്യേണ്ട കോർഡിനേറ്റ്സിനെ ആദ്യം സെലക്ട് ചെയ്യുക, അതിനെ വേർഡ് കോർഡിനേറ്റ് കൺവേർട്ട് ചെയ്യുക, വേർഡ് കോർഡിനേറ്റിൽ നിന്ന് വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, വ്യൂയിങ് കോർഡിനേറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യുക, പ്രൊജക്ഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് സ്റ്റേഷനിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുക. അപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.